ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പിന് ഇറങ്ങുന്ന പോർച്ചുഗലിൻ്റെ ഗോൾഡൻ ജനറേഷൻ പ്രീവിയസ് ഗോൾഡൻ ജനറേഷനേക്കാൾ കുറച്ചുകൂടെ മികച്ചതാണെന്നാണ് എൻ്റെ അഭിപ്രായം. പോർച്ചുഗലിൻ്റെ സ്ക്വാഡിന് നല്ല ഡെപ്ത് ഉണ്ട്. അതുപോലെ തന്നെ സ്ക്വാഡിലുള്ള പ്ലേയേഴ്സ് എല്ലാം ടോപ്പ് ക്വാളിറ്റി പ്ലേയേഴ്സാണ്. സ്ക്വാഡിന് ഡെപ്ത് ഉണ്ട്, പ്ലേയേഴ്സ് എല്ലാം ടോപ്പ് ക്വാളിറ്റി പ്ലേയേഴ്സാണെന്ന് വെച്ചിട്ട് കപ്പ് നേടുമെന്ന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. കപ്പ് ആര് നേടുമെന്ന് നിശ്ചയിക്കുന്നത്, അതിനുള്ള ഒരു മേജർ ഫാക്ടർ എന്ന് പറയുന്നത് ശരിക്കും മാനേജേഴ്സാണ്, മാനേജേഴ്സിൻ്റെ ടാക്റ്റിക്സാണ്. അപ്പോൾ പോർച്ചുഗലിൻ്റെ മാനേജർ ആരാണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. അദ്ദേഹത്തിന് പോർച്ചുഗലിന് കപ്പ് നേടിക്കൊടുക്കാനുള്ള കഴിവുണ്ടോ, അദ്ദേഹം എങ്ങനെയുള്ള മാനേജറാണ്, ഇതൊക്കെയൊന്ന് നമുക്ക് നോക്കാം. പോർച്ചുഗലിൻ്റെ മാനേജർ റോബർട്ടോ മാർട്ടിനസ് ആണ്. റോബർട്ടോ മാർട്ടിനസിനെ പറ്റി ഞാൻ ഫസ്റ്റ് അറിയുന്നത് വീഗൻ അത്ലറ്റിക്കിൻ്റെ കോച്ചായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുമ്പോഴാണ്. റോബർട്ടോ മാർട്ടിനസ് കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്ന ഫോർമേഷൻ 4-3-3 ഫോർമേഷനാണ്, അല്ലെങ്കിൽ 3-4-3 ഫോർമേഷനാണ്. റോബർട്ടോ മാർട്ടിനസ് അറ്റാക്കിംഗ് ബ്രാൻഡ് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പൊസഷൻ ബേസ്ഡ് ഫുട്ബോൾ, പാസിംഗ് ഫുട്ബോൾ, ബിൽഡിംഗ് ഫ്രം ദ ബാക്ക്, അതുപോലെ തന്നെ സ്ലോ ആൻഡ് പേഷ്യൻ്റ് ബിൽഡപ്പ്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കേളി ശൈലിയുടെ മുഖമുദ്രയാണ്. കൂടുതലായും ഫുൾ ബാക്കുകളെ അറ്റാക്കിംഗ് ഓപ്ഷനായി യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു മാനേജറാണ് റോബർട്ടോ മാർട്ടിനസ്. റോബർട്ടോ മാർട്ടിനസിൻ്റെ അക്കിലീസ് ഹീൽ അദ്ദേഹത്തിൻ്റെ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. സെറ്റ് പീസുകൾ, കോർണർ കിക്കുകൾ, അതുപോലെ തന്നെ കൗണ്ടർ അറ്റാക്കുകൾ, ഇതിലൊന്നും കംപ്ലീറ്റ് കൺട്രോൾ അദ്ദേഹത്തിൻ്റെ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഉണ്ടാവുകയില്ല. പോർച്ചുഗലിന് നല്ല ഡിഫൻഡേഴ്സ് ഇല്ലാത്തതുകൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ അക്കിലീസ് ഹീൽ ഡിഫൻസീവ് ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ക്ലബ് ലെവലിൽ വീഗന് വേണ്ടിയാണെങ്കിലും എവർട്ടന് വേണ്ടിയാണെങ്കിലും ഇൻ്റർനാഷണൽ സീനിൽ ബെൽജിയത്തിന് വേണ്ടിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഡിഫൻസീവ് ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ച് ഫ്രജൈലാണ്. അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അദ്ദേഹം കുറച്ച് അഗ്രസീവായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ ബാക്കുകളെ പുഷ് ചെയ്യുന്നത്, അതായത് അറ്റാക്കിന് വേണ്ടി പുഷ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഡിഫൻസിൽ കുറച്ച് സ്പേസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. ആ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്പോസിഷനുമായിട്ട് കളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിഫൻസ് ഫ്രജൈലാവുന്നുണ്ട്, ഡിഫൻസ് ഔട്ട് നമ്പേർഡ് ആവും. യു ലിവ് ബൈ ദ സ്വോർഡ്, യു ഡൈ ബൈ ദ സ്വോർഡ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫുട്ബോളിംഗ് മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് പാസിംഗ് ഫുട്ബോൾ കളിക്കണം, പൊസിഷൻ ബേസ്ഡ് ഫുട്ബോൾ കളിക്കണം. അത് എന്തായാലും കളിച്ചിരിക്കും, അത് വിട്ടിട്ടൊരു കളിയില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു സോളിഡ് പ്ലാൻ എ ഉണ്ടായിരിക്കും. ആ പ്ലാൻ എ കളിച്ച് അത് വിജയിക്കാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹം പ്ലാൻ എയിൽ നിന്ന് ബിയിലേക്ക് കൺവേർട്ട് ആകാൻ കുറച്ച് എക്സ്ട്രാ ടൈം എടുക്കും. പ്ലാൻ എ പൂർണ്ണമായിട്ടും വർക്കാകില്ല എന്ന് അദ്ദേഹത്തിന് 100% ഉറപ്പ് വന്നാൽ മാത്രമേ അദ്ദേഹം പ്ലാൻ ബിയിലേക്ക് ഷിഫ്റ്റ് ആകത്തുള്ളൂ. ആ ഒരു ടാക്റ്റിക്കൽ സ്റ്റബേൺനെസ് പലപ്പോഴും ടീമിനെ തോൽവിയിലേക്ക് നയിക്കാറുമുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹം നല്ലൊരു മാനേജറാണ്. അതുപോലെ തന്നെ അദ്ദേഹം മാനേജ് ചെയ്തിട്ടുള്ള എല്ലാ ടീമിലും ഒരു ഫാമിലി ലൈക്ക് അറ്റ്മോസ്ഫിയർ അദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. പോർച്ചുഗലിൻ്റെ സ്ട്രോങ് പോയിൻ്റ് അവരുടെ മിഡ്ഫീൽഡാണ്. ജാവോ നെവസ്, വിറ്റീനിയ, റൂബൻ നെവസ്, സാമുൽ കോസ്റ്റ, ബ്രൂണോ ഫെർണാണ്ടസ്, എല്ലാവരും അടിപൊളിയല്ലേ. ഇതിൽ സ്റ്റാർട്ട് ചെയ്യുക ബ്രൂണോ ഫെർണാണ്ടസും വിറ്റീനിയയും ജാവോ നെവസ് ആയിരിക്കും. ഫോർവേഡ് ലൈനിൽ എവർ റിലയബിൾ ഡെമിഗോഡ് റൊണാൾഡോയുമുണ്ട്. റൊണാൾഡോയുടെ ലാസ്റ്റ് വേൾഡ് കപ്പ് ആകാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ ഏജ് ഒരു ഫാക്ടറി അല്ല, കാരണം അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് ലെവൽ ഭയങ്കര ഹൈ ആണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു യൂറോ കപ്പ് കൂടെ കളിക്കാം, വേണമെങ്കിൽ ഇനിയും ഒരു വേൾഡ് കപ്പ് കൂടെ കളിക്കാം. അത്രയ്ക്ക് ഫിറ്റ്നസ് ലെവൽ ഉള്ള ഒരു പ്ലെയറാണ് റൊണാൾഡോ. ക്രിസ്ത്യാനോ റൊണാൾഡോ, ബെർണാഡോ സിൽവ, ബ്രൂണോ ഫെർണാണ്ടസ്, റൂബൻ നെവസ്, ഇവർക്ക് ഈ ഒരു വേൾഡ് കപ്പ് മേക്ക് ഓർ ബ്രേക്ക് വേൾഡ് കപ്പാണ്. ഇവർക്ക് വേൾഡ് കപ്പിൽ മുത്തമിടാനുള്ള ലാസ്റ്റ് ചാൻസ് ആയിരിക്കും ഈ വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. ഇനിയൊരു വേൾഡ് കപ്പ് കൂടി ഇവർ കളിക്കാൻ യാതൊരു ചാൻസും ഇല്ല. ടീമിലുള്ള യങ്സ്റ്റേഴ്സ്, അതായത് സ്ക്വാഡിലുള്ള യങ്സ്റ്റേഴ്സിന് ഇനിയും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഗോൾഡൻ ജനറേഷൻ്റെ ലാസ്റ്റ് ചാൻസ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഈ ഒരു ഗോൾഡൻ ജനറേഷനിലുള്ള സീനിയർ സ്റ്റേറ്റ്സ്മെൻ്റെ ലാസ്റ്റ് ചാൻസ് ആണെന്ന് ഞാൻ പറയും. റോബർട്ടോ മാർട്ടിനസിനെ സംബന്ധിച്ചിടത്തോളം താനൊരു ബിഗ് ടൂർണമെൻറ്റ് മാനേജറാണെന്ന് തെളിയിക്കാനുള്ള അവസാനത്തെ അവസരമായിരിക്കും ഇത്. ഇത്രയും പൊട്ടൻഷ്യലുള്ള, ഇത്രയും വേൾഡ് ക്ലാസ് പ്ലെയേഴ്സുള്ള ഗോൾഡൻ ജനറേഷനെ കൊണ്ട് വേൾഡ് കപ്പ് നേടാൻ സാധിച്ചില്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ മാനേജറിയൽ കരിയറിലെ ഒരു ബിഗ് മിസ്ഡ് ഓപ്പർച്യൂണിറ്റി തന്നെയായിരിക്കും. പോർച്ചുഗൽ ഹാവ് ദ സ്ക്വാഡ് ടു ഗോ ഓൾ ദ വേ, ബട്ട് ദ റിയൽ ക്വസ്റ്റൻ ഈസ് വെദർ റോബർട്ടോ മാർട്ടിനസ് ക്യാൻ ഫൈൻഡ് ദ ടാക്ടിക്കൽ ഫോർമുല ടു ടേൺ പൊട്ടൻഷ്യൽ ഇൻ ടു ഗ്ലോറി.